ഹായ്, ജിത്തു മാധവൻ്റെ ആവേശം കണ്ടു. സത്യം പറഞ്ഞാൽ വേർഡ്സ് ഇല്ല ആ ഒരു ഫിലിമിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അത്രയ്ക്ക് വണ്ടർഫുൾ ഒരു മൂവിയാണ്. ഹില്ലാരിയസ് ഹ്യൂമർ എന്ന് തന്നെ പറയണം. ഒത്തിരി നാളായി ഇതുപോലെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു മലയാളം മൂവി കണ്ടിട്ട്. ആദ്യം ആക്ടേഴ്സിൻ്റെയൊക്കെ പേര് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഈ റീ ഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആക്ച്വലി ദേവർ നോട്ട് കിഡിങ് കേട്ടോ. ഒരു മാസ് എൻട്രി ആയിരുന്നു ഫഹദിൻ്റെ. ഫഹദ് ആസ് രംഗ വേറെ ലെവൽ തന്നെ. ഈ രംഗ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു എക്സെൻട്രിക് സൈക്കോ ഗുണ്ടയാണ്. ഫഹദിനെ നമ്മൾ കാണുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ്റെ സൗണ്ടാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അതും ഒരു ടോയ്ലറ്റിൽ വെച്ച്. ഇടിമിന്നലൊക്കെ അങ്ങനെയാണല്ലോ, ആദ്യം ഇടിമുഴകും പിന്നെയാണല്ലോ മിന്നൽ വരുന്നത്. അതേപോലെ രംഗയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് കേട്ടോ ഈ ഫിലിം ത്രൂ ഔട്ട്. ഡാ മോനെ, അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരിയാണ്. ഫഹദ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ അങ്ങ് അഴിഞ്ഞാടുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് റിയൽ ആക്ടിങ്. ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഓരോ മാനറിസങ്ങളും അയാളുടെ ലുക്സും അയാളുടെ സംസാരവും അയാളുടെ നോട്ടവും എല്ലാം വളരെ ഈസി ആയിട്ട് വളരെ അനായാസന ഫഹദ് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പക്ക കോമഡി ആക്ഷൻ മൂവിയാണ്. ഇതിനെ വേണമെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ വേണമെങ്കിലും പറയാം. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന പക്ക ഒരു മലയാളം മൂവിയുടെ ഒരു സ്റ്റൈലേ അല്ല, ഇത് വേറെ ലെവലാണ്. ഫഹദിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് സജിൻ ഗോപൻ. അമ്പാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ സജിൻ രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ചില പാസിങ് ഡയലോഗ്സ് ഉണ്ട് കേട്ടോ. ഷലായ്, ലക്കി മാൻ എന്നൊക്കെ ചിരിപ്പിച്ചിരിപ്പിച്ച് കൊല്ലും. ഇവരെ കൂടാതെ ഹിപ്സ്റ്റർ, മിഥുൻ, ജയശങ്കർ, റോഷൻ, ഷാനവാസ് ഇവരൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് ഓരോരുത്തരുടെയും ആക്ടിങ്. ഈ ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അത് എടുത്തു പറയാതെ വയ്യ. കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനും ഇതിലെ ഓരോ ക്യാരക്ടറായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ആസ്വദിച്ച് വന്നവർക്കും നമ്മളെ പോലുള്ളവർക്കും ഇത് അസാധ്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതിലെ ഹ്യൂമർ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതുപോലെ തന്നെ ഓർഗാനിക്കും വെരി സിറ്റുവേഷണലുമാണ്. ആ സിറ്റുവേഷനോട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകും. വളരെ നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഹ്യൂമറാണ്. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിലെ ഫൈറ്റ് സീൻസാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ദാറ്റ് സ്ലോ മോഷൻ ഫ്ലിപ്സ്, കിക്സ് ആൻഡ് പഞ്ചസ് ഒരു രക്ഷയില്ല. നമ്മൾ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിയിരുന്നു പോകും. സോ നാച്ചുറൽ. ഈ രംഗ ഒരു ഭീകരമായ ഗുണ്ടയാണെന്ന് നമുക്കും ആ പിള്ളേർക്കും ഒന്നിച്ച് മനസ്സിലാവുന്ന ഒരു അവസരമുണ്ട് ബാറിൽ വെച്ച്. ആ ടൈമിൽ രംഗ ടേബിളിൽ ഇങ്ങനെ അടിക്കുന്നൊരു സീനുണ്ട്. അപ്പോഴൊക്കെയുള്ള ആ ഒരു ടൈമിങ്ങും ആ ഒരു ഹ്യൂമറും നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങളത് നേരിട്ട് തന്നെ കാണും. പിന്നെ എനിക്ക് ഈ ഫിലിമിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മദർ ക്യാരക്ടർ ഉണ്ട് ഇതിൽ. അമ്മ കഥാപാത്രം. ഓക്കെ, പുള്ളിക്കാരുടെ സ്റ്റീരിയോ ടൈപ്പ് ചോദ്യമുണ്ട് ഫോൺ വിളിച്ചിട്ട് മോനെടുത്ത്, മോനെ നീ ഹാപ്പിയാണോ? നമ്മൾ ചിരിച്ച് മരിക്കും കേട്ടോ. ക്ലൈമാക്സിൽ ഫഹദിൻ്റെ പെർഫോമൻസ് അത്യുഗ്രൻ. എനിക്ക് വേറെ വാക്കുകൾ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ നിർത്തുന്നത്. കാരണം എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. അത്രയ്ക്ക് വളരെ റിഫൈൻഡ് ആയിട്ടാണ് ആ ഒരു ആക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റു ചിലത് രംഗയുടെ ആ ഒരു വൈറ്റ് കോസ്റ്റ്യൂമാണ്. പിന്നെ ഒരു ലോഡ് കണക്കിന് ഗോൾഡ്, അതായത് മാലയും വളയും മോതിരങ്ങളും ഒക്കെ ഒരു പുത്തൻ പണക്കാരൻ എന്ന് നമുക്ക് പറയണ്ട, അത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ലുക്കിൽ തന്നെ. പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ, മാനറിസംസ്, എവ്രിതിങ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഈ 2024 മോളിവുഡിന് നല്ല കാലമാണെന്ന് തോന്നുന്നു അല്ലേ? എത്ര നല്ല നല്ല ഫിലിംസാണ് നമുക്ക് ഈ ഒരു വർഷം ഇത്ര നാൾക്കുള്ളിൽ തന്നെ കിട്ടിയത്. എനിവേസ് ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അതും തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ബിഗ് സ്ക്രീനിൽ ഈ ഒരു കോലാഹലമൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവേശം എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രായം ആയവർക്ക് ഒഴികെ ഇത് എങ്ങനെയും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീവാച്ചബിൾ വാല്യൂ ഉള്ള ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിത് ഒന്നും കൂടെ കാണുന്നുണ്ട്. കാരണം ഇതിൽ ജോക്സ് എന്ന് പറഞ്ഞാൽ മാലപ്പടക്കത്തിന് തീ കൊളുത്തി കണക്കാണ്. അപ്പോൾ ഒരു ജോക്ക് കഴിയുന്നതിന് മുമ്പ് അടുത്ത ജോക്ക് അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുന്നില്ല. അത്രയധികം ആ ഒരു ഹ്യൂമറാണ് ഇതിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അറിയാത്ത രീതിയിൽ ഓരോ ആക്ഷൻസും ഓരോ ഡയലോഗ്സും ചിലപ്പം അതൊരു ഹ്യൂമറസ് ആണ്, ഒരു സിറ്റുവേഷണൽ ഹ്യൂമറാണ്. അപ്പം അത് വളരെയധികം ഒരു രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. സത്യമായിട്ട് എനിക്ക് ഒരു വട്ടം കൂടി ഈ ഒരു ഫിലിം കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ തോന്നിപ്പിക്കലാണ് ഈ ഒരു ഫിലിമിൻ്റെ വിജയവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി കാണണം. ഇത്രയും കാലം എനിക്കൊന്ന് ടിക്കറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേശ്ശൊക്കെ കിട്ടി തുടങ്ങി. എല്ലാവരൊക്കെ കുറേ പേരൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ തന്നെ ഇത് ലേറ്റായി കാണാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ട്രെയിലറോ ഇതിൻ്റെ ഒരു ടീസറോ ഒന്നും കാണാതെയാണ് ഞാൻ പോയത്. വളരെ ഫ്രീ മൈൻഡായിട്ടാണ് ഞാൻ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മളെ ഇവർ ചിരിപ്പിച്ച് കൊല്ലും. അങ്ങനത്തെ ഒരു മൂവിയാണ്. കണ്ടു നോക്കും.